Hello everyone, welcome to Catalyst Education. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് ഡീസെൻട്രലൈസേഷൻ അഥവാ വികേന്ദ്രീകരണം എന്ന് പറയും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ നമുക്കറിയാം there are 3 levels of management, right? Top level, middle level and lower level management. Okay, so decentralization means അധികാരം, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ കയ്യിലുള്ള അധികാരം അല്ലെങ്കിൽ പവർ, തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം താഴ്ന്ന തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ഡിസെൻട്രലൈസേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഡിസെൻട്രലൈസേഷൻ? ഡിസെൻട്രലൈസേഷൻ refers to the systematical dispersal of authority to the lower levels of the organization. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ താഴ്ന്ന തലങ്ങളിലേക്ക് കൂടി അതോറിറ്റി, അധികാരം കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീസെൻട്രലൈസേഷൻ അഥവാ വികേന്ദ്രീകരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്? when decision making authority is retained by top management level is called centralization. എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, ടോപ്പ് മാനേജ്മെന്റിന് മാത്രമാണ് തീരുമാനം എടുക്കാനുള്ള അവകാശമെങ്കിൽ അതിനെ നമ്മൾ എന്തായിരുന്നു വിളിക്കുക? സെൻട്രലൈസേഷൻ എന്നാ വിളിക്കുക, അല്ലെ? സെൻട്രലൈസേഷൻ എന്ന് വിളിക്കുന്നു. എന്നാൽ തീരുമാനം എടുക്കാനുള്ള അവകാശങ്ങൾ നമ്മൾ താഴ്ന്ന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? ഡീസെൻട്രലൈസേഷൻ എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? തീരുമാനം എടുക്കാനുള്ള അവകാശം ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് മാത്രമാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ തീരുമാനങ്ങളും, എല്ലാ ലെവൽസിലുള്ള തീരുമാനങ്ങളും ആരാണ് എടുക്കുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മാത്രമാണ് എങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? സെൻട്രലൈസേഷൻ എന്നാ വിളിക്കുക. എന്നാൽ ഈ അധികാരം താഴ്ന്ന തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്, കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീസെൻട്രലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ എല്ലാ ആക്ടിവിറ്റീസും, അതായത് ഹെൻറി ഫയോളിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് എവറിത്തിങ് വിച്ച് ഗോസ് ടു ഇൻക്രീസ് ദ സബോർഡിനേറ്റ്സ് റോൾ ഈസ് ഡീസെൻട്രലൈസേഷൻ. അതായത് ഈ പറയുന്ന മിഡിൽ ലെവലിലെയും ലോവർ ലെവലിലെയും എംപ്ലോയീസിന്റെ റോള് കൂട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്? ഡീസെൻട്രലൈസേഷൻ ആണ്. എന്നാൽ അവരുടെ റോള് കുറയ്ക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്തായിരിക്കും? സെൻട്രലൈസേഷൻ ആയിരിക്കും. റൈറ്റ്? അതായത് തീരുമാനം എടുക്കാനുള്ള അവകാശം താഴ്ന്ന തലങ്ങളിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ഡിസെൻട്രലൈസേഷൻ ആണ്, അല്ലെ? എന്നാൽ സബോർഡിനേറ്റ്സിന്റെ റോൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ട എന്താണ്? അവിടെ സെൻട്രലൈസേഷൻ ആണുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത്രയാണ് പഠിക്കാനുള്ളത്. ഡിസെൻട്രലൈസേഷൻ, താഴ്ന്ന തലങ്ങളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യലാണ് എന്ത്? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ടോപ്പ് ലെവലിൽ മാത്രം അധികാരം കോൺസെൻട്രേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ടോപ്പ് മാനേജ്മെന്റിന് മാത്രമാണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൻട്രലൈസേഷൻ അഥവാ കേന്ദ്രീകരണം എന്ന് വിളിക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ സെൻട്രലൈസേഷൻ ഈസ് ഫൈൻ. ചെറിയ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ തീരുമാനങ്ങളും ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് തന്നെ എടുക്കാം. എന്നാൽ ഒരു വലിയ ബിഗ് സൈസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് അവിടെ വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ വേണം. കാരണം എല്ലാ സ്ഥലത്തും പോയി എല്ലാ ആക്ടിവിറ്റീസിലും ഇടപെടാൻ ടോപ്പ് മാനേജ്മെന്റിന് സാധിക്കണമെന്നുണ്ടോ? ഇല്ല. സോ അവിടെ എന്താണ്? ഓരോ ലെവൽസിലുള്ള മാനേജേഴ്സിനും അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, സോ ഡിസെൻട്രലൈസേഷൻ വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം? ഡിസെൻട്രലൈസേഷൻ ഉറപ്പായിട്ടും വേണം. സെൻട്രലൈസേഷൻ സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ ടോപ്പിക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.